ശമ്പള വർധന ആവശ്യപ്പെട്ടുകൊണ്ട് സ്വകാര്യ ആശുപത്രി നഴ്സുമാർ നടത്തുന്ന സമരം കൂടുതൽ കനക്കുകയാണ്. കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിലെ സമരം 2ാം ദിവസത്തിലേക്ക് കടന്നു. സംസ്ഥാനത്താകെ സമരം ശക്തിപ്പെട്ടതോടെ പേരുകേട്ട നിരവധി സ്വകാര്യ ആശുപത്രികളുടെ പ്രവർത്തനം അവതാളത്തിലായി. അടിസ്ഥാന വേതനം 40,000 രൂപയാക്കുക എന്ന് തുടങ്ങി ഒരുപിടി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കഴിഞ്ഞ ഒരാഴ്ചയോളമായി നഴ്സുമാർ സംസ്ഥാന വ്യാപകമായി സമരം നടത്തുന്നതെന്ന് നമുക്കറിയാം. വലിയ ലാഭം കൊയ്യുന്ന സ്വകാര്യ ആശുപത്രികളിൽ തൊഴിലാളികളുടെ ശമ്പളം കൂട്ടിക്കൊടുക്കാൻ മടി കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? സർക്കാരിനെ പഴിചാരി ഒഴിയാനുള്ള മാനേജ്മെന്റുകളുടെ ശ്രമം എത്രത്തോളം വിലപ്പോകും? കാണാം RDX. അടിസ്ഥാന ശമ്പളം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ നടത്തുന്ന അനിശ്ചിതകാല സമരം 2ാം ദിവസവും തുടരുകയാണ്. കോഴിക്കോട് കലക്ടറേറ്റിന് മുന്നിലെ സമരത്തിൽ 100 കണക്കിന് നഴ്സുമാരാണ് പങ്കെടുത്തത്. സംസ്ഥാനത്തെ വിവിധ സ്വകാര്യ ആശുപത്രികൾക്ക് മുന്നിലും നഴ്സുമാർ ജോലിയിൽ നിന്ന് വിട്ടുനിന്ന് സമരം തുടരുകയാണ്. കോഴിക്കോട് മിംസ് ആശുപത്രിക്ക് മുന്നിൽ നഴ്സുമാർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിക്ക് മുന്നിൽ നഴ്സുമാർ നടത്തുന്ന സമരം 4ാം ദിവസത്തിലേക്ക് കടന്നു. സമരത്തിനോട് അനുകൂല നിലപാട് സ്വീകരിക്കാത്ത മാനേജ്മെന്റിനെതിരെ ഭിക്ഷയെടുത്തായിരുന്നു ഇന്നത്തെ പ്രതിഷേധം. നഴ്സുമാർ ഭൂരിഭാഗവും സമരത്തിലായതോടെ നെട്ടൂർ ലേക്ക് ഷോർ ആശുപത്രി ഉൾപ്പെടെ നിരവധി സ്വകാര്യ ആശുപത്രികളുടെ പ്രവർത്തനവും അവതാളത്തിലായി. ഇന്നലെയും നഴ്സുമാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് സംസ്ഥാനമൊട്ടാകെ ഉണ്ടായത്. സമരത്തിന് നേതൃത്വം നൽകുന്ന UNA ഭാരവാഹികളും ആശുപത്രി മാനേജ്മെന്റും തമ്മിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ വിഷയം ചർച്ച ചെയ്തതിനു ശേഷം പരിഗണിക്കാമെന്നായിരുന്നു മാനേജ്മെന്റ് അറിയിച്ചത്. എന്നാൽ ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയ പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികൾ സമരം അന്യായമാണെന്ന വാദമാണ് ഉയർത്തിയത്. RDX റാപ്പ് ന്യൂസ് മലയാളം. കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലെ പ്രതിഷേധം 4ാം ദിവസത്തിലേക്ക് കടന്നിട്ടും അനുകൂല നിലപാട് സ്വീകരിക്കാത്ത മാനേജ്മെന്റിനെതിരെ ഭിക്ഷയെടുത്തുകൊണ്ടായിരുന്നു നഴ്സുമാരുടെ പ്രതിഷേധം. ആ ദൃശ്യങ്ങളിലേക്ക്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ സമരത്തിൽ പങ്കെടുത്ത നഴ്സുമാർക്ക് ഹോസ്റ്റലിൽ ഭക്ഷണം നൽകുന്നില്ലെന്ന് പരാതി. കോഷൻ ഡെപ്പോസിറ്റും മെസ് ഫീസും അടക്കം അടച്ച തങ്ങൾക്കെതിരെ ഒരു അറിയിപ്പും കൂടാതെയാണ് ഇപ്പോൾ നടപടികൾ സ്വീകരിക്കുന്നതെന്നും നഴ്സുമാർ ആരോപിച്ചു. സമരത്തിൽ പങ്കെടുത്ത നഴ്സുമാരുടെ മുറികൾ ടീച്ചർമാരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയെന്നും പരാതിയുണ്ട്. രാത്രി ഞങ്ങൾ ഇന്നലെ ഉച്ചയ്ക്കാണ് അറിയണത്. പെട്ടെന്നൊരു നോട്ടീസ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്നത് 24 hours, അതായത് ഇന്ന് 8 മണിയാകുമ്പോഴേക്കും ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങണം. ഒരു ഇൻഫർമേഷൻ ഞങ്ങൾക്കില്ല. ഞങ്ങളിവിടെ കയറി വന്നപ്പോൾ അങ്ങനത്തെ ഒരു എഗ്രിമെന്റ് ഇല്ല. പെട്ടെന്ന് അവർ പുറത്താക്കുന്നോ അങ്ങനത്തെ ഒരു എഗ്രിമെന്റിൽ സൈൻ ചെയ്തിട്ടല്ല നമ്മൾ അവിടെ കയറിയത്. പോഷൻ ഡിപ്പോസിറ്റ് കൊടുത്ത് മാന്യമായ രീതിയിലാണ് നമ്മളവിടെ കയറിയത്. ഇത് പെട്ടെന്നുള്ള ഇൻഫർമേഷനാണ് ഇറങ്ങാനും പിന്നെ ഫുഡ് ഇല്ല എന്നുള്ളൊരു വിവരം. ഞങ്ങൾ 100-200 സ്റ്റാഫ് അവിടെ താമസിക്കുന്നുണ്ട്, ഇവിടുത്തെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവര്. ആശുപത്രി മാനേജ്മെന്റുമായി ചർച്ച നടത്തിയെന്നും ശമ്പള വർധന അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് അധികൃതർ ഉറപ്പു നൽകിയെന്നുമായിരുന്നു UNA ദേശീയ പ്രസിഡന്റ് ജാസ്മിൻ ഷാ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷനുമായി വിഷയം ചർച്ച ചെയ്ത് പരിഗണിക്കണമെന്നും മാനേജ്മെന്റ് അറിയിച്ചുവെന്നും ജാസ്മിൻ ഷാ പറഞ്ഞു. അപ്പോൾ ചർച്ച സംഘടനയുമായി ചെയ്താൽ അവരെന്തും അംഗീകരിക്കാൻ തയ്യാറാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളതിൻ്റെ പ്രതിസന്ധികൾ, കാരണം ഇപ്പോൾ ഏകദേശം 343 ആശുപത്രികൾ ഇപ്പോൾ കരാർ ഒപ്പിട്ടിട്ടുണ്ട് കേരളത്തിൽ. അപ്പോൾ ആ കാര്യങ്ങൾ പറഞ്ഞു, ഇവരെല്ലാം അവരുടെ ഭാഗമായിരുന്നു. പക്ഷേ സമരം രോഗികളെ ബാധിക്കുന്നു, അതുപോലെ തന്നെ ആരോഗ്യ മേഖല ആകെ ബാധിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അതിനൊരു അനുകൂലമായിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ അവർ തയ്യാറായിട്ടുണ്ട്. ഒരു പോസിറ്റീവായിട്ട് ചർച്ചയെ കാണാൻ അവർ പറയുന്നുണ്ട്. ഉടൻ തന്നെ നമ്മളുമായിട്ടൊരു നെഗോസിയേഷന് എത്താം എന്നുള്ള ഒരു ഉറപ്പ് അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിനെ പോസിറ്റീവായി കാണാൻ സംഘടന ആഗ്രഹിക്കുന്നു. എന്നാൽ നഴ്സുമാരുടേത് അന്യായ സമരമാണെന്നും ചികിത്സ ലഭിക്കാതെ ആർക്കെങ്കിലും ജീവഹാനി ഉണ്ടായാൽ ഉത്തരവാദിത്വം നഴ്സുമാർക്കാണെന്നുമാണ് കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷന്റെ വാദം. സമരത്തിന്റെ പേരിൽ അനധികൃത ആബ്സെൻസ് തുടർന്നാൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റുകൾ നടപടി സ്വീകരിക്കുമെന്നും അസോസിയേഷൻ പ്രസിഡന്റ് ഹുസൈൻ കോയ തങ്ങൾ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഏതെങ്കിലും സംഘടനയോ വ്യക്തിയോ അങ്ങനെ ചെയ്യുമോ? അവർ കടക്കുന്ന ആളുകളുടെയും ജീവൻ വലുതല്ലേ? അവരുടെ സാലറി മാത്രമല്ലല്ലോ, രോഗികളെ ജീവനും വലുതല്ലേ? സമരം തുടർന്ന് അൺഓതറൈസ്ഡ് ആബ്സെന്റ് അധികമായി ആശുപത്രി പാരലൈസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നാൽ അതുപോലുള്ള നടപടികൾ അതാത് സ്ഥാപനങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് തീരുമാനിക്കും. 2026 സർക്കാർ തീരുമാനം നോക്കാം. നിലവിൽ സമരങ്ങൾ പരിഗണിച്ച് സ്വകാര്യ ആശുപത്രി ജീവനക്കാരുടെയും ശമ്പളം പരിഷ്കരിച്ചുകൊണ്ടുള്ള കരട് വിജ്ഞാപനം സർക്കാർ പുറത്തിറക്കി. മിനിമം വേതനം 25,450 മുതൽ 30,800 രൂപ വരെ ആക്കാനാണ് തീരുമാനം. നഴ്സുമാരുടെ പ്രവൃത്തി പരിചയം അനുസരിച്ചായിരിക്കും ശമ്പളം വർദ്ധിപ്പിക്കുക. 5 വർഷം പ്രവൃത്തി പരിചയമുള്ള നഴ്സിന് 28,000 രൂപ അടിസ്ഥാന വേതനമായിരിക്കും. ജീവനക്കാർക്ക് പ്രത്യേക അലവൻസും ആശുപത്രികളുടെ ബെഡുകളുടെ എണ്ണം അനുസരിച്ച് കൂടുതൽ വേതനവും
അറ്റൻഡർ, ഹെൽപ്പർ, സെക്യൂരിറ്റി, സ്വീപ്പർ, സ്റ്റോർ കീപ്പർ തുടങ്ങിയവരുടെ ശമ്പളം വർദ്ധിപ്പിക്കാനും തീരുമാനമുണ്ട്. 2018-ലും വേതന വർധനവുണ്ടായി. അടിസ്ഥാന വേതനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് UNA-യുടെ നേതൃത്വത്തിൽ 2018-ലും സമരം നടത്തിയിരുന്നു. അന്ന് പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തിയ ശേഷം ശമ്പള വർധനവ് അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ അംഗീകരിച്ചിരുന്നു. അടിസ്ഥാന ശമ്പളം 20,000 രൂപയാക്കാനാണെന്ന് തീരുമാനിച്ചത്. നഴ്സിംഗ് ട്രെയിനിമാരുടെ സ്റ്റൈപ്പൻഡ് കാലാനുസൃതമായി വർദ്ധിപ്പിക്കാനും തീരുമാനമുണ്ടായിരുന്നു. ട്രെയിനിങ് പീരീഡ് അടക്കമുള്ള കാര്യങ്ങളിൽ നിർദ്ദേശം നൽകാൻ സമിതി രൂപീകരിച്ചു. മാനേജ്മെന്റുകളും സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിച്ചതോടെയാണ് അന്ന് സമരം അവസാനിച്ചത്. സനീഷ്, എന്തായാലും ഇന്ത്യയിലെ ഏറ്റവും മികച്ച ചികിത്സാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെയുള്ള സംസ്ഥാനം എന്ന നിലയ്ക്ക്, പൊതുജനാരോഗ്യ കാര്യങ്ങളിൽ ഏറ്റവും മികച്ച സംസ്ഥാനം എന്ന നിലയ്ക്ക് ആണ് കേരളം പേരെടുത്തിട്ടുള്ളത്. സർക്കാർ സംവിധാനവും സ്വകാര്യ സംവിധാനവും ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പേരെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ കാര്യത്തിൽ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ താരതമ്യം ചെയ്യേണ്ടതില്ല. പക്ഷേ മെട്രോ സിറ്റികളും കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസും ഒക്കെ താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിലെ ശമ്പളം വളരെ പരിമിതമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്താ സനീഷ് തോന്നുന്നു? നിശ്ചയമായിട്ടും. അതുകൊണ്ട് ഈ നഴ്സുമാർ നടന്ന ഈ സമരത്തിലെ 40,000 രൂപയാക്കണം മിനിമം വേതനം എന്ന അവരുടെ ആവശ്യത്തോട് ഞാൻ സമ്പൂർണ്ണമായിട്ട് യോജിക്കുന്നയാളാണ്. സമ്പൂർണ്ണമായിട്ടുള്ള പിന്തുണ നമ്മളെല്ലാവരും കൊടുക്കണം എന്ന് പറയുന്നയാളാണ് ഞാൻ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആരോഗ്യ മേഖലയിൽ അത്രമാത്രം കഠിനമായിട്ടുള്ള പണിയാണ് ഈ നഴ്സുമാർ ചെയ്യുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ തൊട്ട് ഈ മേഖലയിൽ കുറേ കാലമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ വരെ അവരുടെ ഡ്യൂട്ടി ടൈമിൽ എടുക്കുന്ന ജോലി എന്ന് വെച്ചാൽ വളരെ വളരെ വലുതാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ മേഖല ഇത്രയ്ക്ക് മെച്ചപ്പെട്ടതായിരിക്കുന്നതിൻ്റെ പല കാരണങ്ങൾ പല ആളുകൾ പറയാറുണ്ടെങ്കിലും നമ്മുടെ നഴ്സുമാർക്ക് അതിനകത്തുള്ളൊരു പങ്കാളിത്തം വളരെ വലുതാണ്. അത് നമ്മുടെ കേരളത്തിലെ നഴ്സുമാരുടെ ഗ്ലോറി, അവരുടെ പ്രശസ്തി ലോകത്തെമ്പാടും അറിയാവുന്നതാണ്. അപ്പോൾ ആ നിലക്ക് നന്നായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അവർക്ക് 40,000 എന്ത് ഒട്ടും കൂടുതലായിട്ടുള്ള അമിതമായിട്ടുള്ള ശമ്പളമല്ല. അത് അവർ മിനിമം വേതനമായിട്ട് 40,000 ആവശ്യപ്പെടുന്നത് അവർ കൊടുക്കേണ്ടതാണ് എന്ന അഭിപ്രായമുള്ള ആളാണ് ഞാൻ. ഇതിനകത്ത് ഇപ്പോൾ സർക്കാരിന് എന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിലും ഹർഷ, അതായത് എല്ലാ ആശുപത്രികളും അവരാവശ്യപ്പെടുന്ന വിധത്തിലൊരു വലിയ ഹൈക്കിലേക്ക് കൊടുത്താൽ ഒരുപക്ഷെ ചെറിയ ചെറിയ സ്വകാര്യ ആശുപത്രികൾ, ഇപ്പോൾ നമ്മുടെ നാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പൊതു ആരോഗ്യ സംവിധാനങ്ങൾ ഒരുപാടുള്ളതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന പ്രൈവറ്റ് ആശുപത്രികളും ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ പോലുമുണ്ട്. അപ്പോൾ അതവിടെ പ്രവർത്തിക്കുന്നത് വലിയ ആശ്വാസമാണ് നാട്ടുകാർക്ക് നൽകുന്നത്. നമ്മുടെ സ്വകാര്യ കാലങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഈ സർക്കാർ ആശുപത്രികളെ പോലെ തന്നെ ജനങ്ങൾക്ക് അവരവരുടേത് എന്ന് സ്വന്തം തോന്നുന്ന എത്രയോ പ്രൈവറ്റ് ആശുപത്രികൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെ പല ലെയറായിട്ട് നഗരങ്ങളിൽ വലിയ സ്ഥാപനങ്ങളും ഗ്രാമങ്ങളിലാണെങ്കിൽ ചെറിയ ആശുപത്രികളുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അവരെല്ലായിടത്തും ഒരേപോലെ വലിയ വേതനമാക്കിയാൽ അവർ ആശുപത്രികൾ ബുദ്ധിമുട്ടിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ അങ്ങനെയുള്ളൊരു ശ്രേണീകൃതമായിട്ടൊരു കാണലിനെ നമ്മൾ ആ നിലക്ക് മനസ്സിലാക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിനകത്തുള്ളൊരു പ്രശ്നം, ഒറ്റ കാര്യം പറഞ്ഞാൽ നിർത്താം. അതായത് ഒരു പ്രശ്നമുള്ളത് ഇവിടെ കേരളത്തിലേക്ക് ഇപ്പോൾ പുറത്തു നിന്നുള്ള വലിയ പ്രൈവറ്റ് പ്ലെയേഴ്സ് വന്ന് നമ്മുടെ വലിയ സ്വകാര്യ ആശുപത്രികൾ തന്നെ ഏറ്റെടുക്കുകയാണ്. നമ്മുടെ വളരെ വലിയ സ്വകാര്യ ആശുപത്രികളിൽ പലതും ഇപ്പോൾ ഇവരുടെയൊക്കെ വലിയ ലോകത്തിലെ തന്നെ വലിയ പ്രൈവറ്റ് കോർപ്പറേറ്റുകളുടെ കയ്യിലേക്കായിട്ടുണ്ട്. അവരുടെ വലിയ ശതമാനം പോയിട്ടുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. സ്വാഭാവികമായിട്ടും ഞാനിങ്ങനെ ആലോചിക്കുന്നത്, എന്തുകൊണ്ടാണ് കേരളത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ആശുപത്രി സംവിധാനങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ സർക്കാർ മേഖല നല്ല ശക്തിപ്പെട്ടതാണ്, പ്രൈവറ്റ് മേഖലയും ശക്തിപ്പെട്ടതാണ്. അപ്പോൾ ഈ ആശുപത്രി സംവിധാനങ്ങൾ വേണ്ടത്ര ഇല്ലാത്ത സംസ്ഥാനങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും പോകാതെ വലിയ കോർപ്പറേറ്റുകൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് നമ്മുടെ ആരോഗ്യ മേഖലയോട് നമ്മുടെ സാധാരണക്കാർക്കുള്ള മനോഭാവം അങ്ങനെയാണ്. കാരണം സാധാരണക്കാർ ചെറിയ അസുഖം വന്നാലും അല്ലെങ്കിൽ എല്ലാ അസുഖങ്ങളെയും ഗൗരവമായി എടുത്തിട്ട് ആശുപത്രികളിലേക്ക് പോകും. എന്ന് വെച്ചാൽ ആശുപത്രികളെ ഡിപ്പെൻഡ് ചെയ്യുന്ന, രോഗത്തെ ഗൗരവത്തോടെ എടുക്കുന്ന ആളുകളെ ഡോക്ടർമാരെ ചെന്ന് കാണണമെന്ന് കൂട്ടുന്ന ഒരു ജനസംഖ്യ നമ്മുടെ വളരെ കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നല്ല സംവിധാനങ്ങളുണ്ടായിട്ട് പോലും ഇനിയും ഇവിടെ നിന്ന് ലാഭം ഉണ്ടാക്കാം എന്ന് കണക്കാക്കിയിട്ട് ഈ വലിയ കോർപ്പറേറ്റുകൾ ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ കോർപ്പറേറ്റുകൾ വന്നിരിക്കുന്ന പ്രൈവറ്റ് സ്ഥാപനങ്ങൾ 40,000-ലും കൂടുതൽ തുക ഈ നഴ്സുമാർക്ക് കൊടുക്കണം. കാരണം ഈ മാനേജ്മെൻറ്റിന് വലിയ തുകയാണ് ഈ പ്രൈവറ്റ് ആളുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുമ്പോൾ ഇതിനകം തന്നെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവർ 40,000 എന്നാണ് ഇവർ ആവശ്യപ്പെട്ടതെങ്കിൽ പോലും അവരുടെ ഭാഗത്തേക്ക് വലിയ കോർപ്പറേറ്റുകൾ വന്ന് വലിയ ലാഭം ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 1% നിശ്ചയമായിട്ടും അവിടെ കഠിനാധ്വാനം ചെയ്യുന്ന നഴ്സുമാർക്ക് അർഹതപ്പെട്ടതാണ്. ഇപ്പോൾ ജാസ്മിൻ ഷാ കഴിഞ്ഞ ദിവസം മുഹമ്മദ് റിയാസിനെ സമരക്കാർ കൂവിയതിനെ എതിർത്തുകൊണ്ട് പറഞ്ഞു. അതായത് ആ കൂവൽ അദ്ദേഹം അറിയിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ ഇട്ടു. അതാണ് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള, അല്ലെങ്കിൽ സംസ്ഥാനത്തെ സർക്കാരും പ്രതിപക്ഷമൊക്കെ ചേർന്ന് ഇവിടുത്തെ ഭരണ, രാഷ്ട്രീയ, സാമൂഹ്യ സംവിധാനങ്ങൾക്കെതിരായിട്ടല്ല, മറിച്ച് ഇവിടേക്ക് വന്ന് ലാഭമുണ്ടാക്കുന്ന ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ ആ ലാഭവിഹിതത്തിൽ ഇവർ അവകാശപ്പെട്ട, ഈ ശരിയായിട്ട് തൊഴിൽ ചെയ്യുന്ന അവർ അവകാശപ്പെട്ടിരിക്കുന്ന തുകയുടെ വർധന നിശ്ചയമായിട്ട് അവർക്ക് കൊടുക്കേണ്ടത്. ആ അർത്ഥത്തിൽ ഈ സമരത്തോട് വലിയ അനുഭാവമാണ് നമ്മൾ പ്രകടിപ്പിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായും അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ഒരു തൊഴിൽ മേഖലയാണത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ആനുകൂല്യം ലഭിച്ചിരിക്കണം. ഈ കേരളത്തിലെ നഴ്സുമാരുടെ മികവാണ് എല്ലാവരും എല്ലായിടത്തും പറയാറുള്ളത്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ
സ്ഥാപനങ്ങളിൽ പോയാലും അവിടെ കേരളത്തിലെ നഴ്സുമാർക്ക് ഒരു പ്രഥമ പരിഗണന കിട്ടുന്നതിന് കാരണം അവരുടെ ഒരു അർപ്പണ മനോഭാവമാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ട് തന്നെ വേണം ആ നിലയ്ക്ക് അവർക്ക് വേണ്ട പരിഗണന ഇവിടെയും കൊടുക്കാൻ. പക്ഷേ ഇവിടെയുള്ള ഒരു പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ നഴ്സുമാരുടെ ലഭ്യത കൂടുതലാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ സ്കിൽഡ് ആയിട്ടുള്ള നഴ്സുമാരുടെ ലഭ്യത കൂടുതലായതുകൊണ്ട് സ്വാഭാവികമായും അവിടെ ഈ ലഭ്യത കൂടുതലുള്ളതിന് അതിനനുസരിച്ച് ചെലവഴിക്കാനായിട്ട് താല്പര്യം ഈ സ്വകാര്യ മാനേജ്മെൻറ്റുകൾക്ക് കുറയുമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ആ നിലയ്ക്കുള്ള ഒരു കുറവുണ്ടാകുന്നത്. പക്ഷേ അത് കണക്കാക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ പരമാവധി ആശുപത്രികൾക്കും സ്വകാര്യ ആശുപത്രികൾക്കും ഈ പണം അനുവദിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതെല്ലാം നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളല്ല. ഇതിൻ്റെ ലാഭവും ഇതിൻ്റെ മലയാളിയുടെ ഈ ആരോഗ്യരംഗത്ത് ആരോഗ്യരക്ഷയെക്കുറിച്ചുള്ള മനോഭാവവും എല്ലാം തിരിച്ചറിയുന്നതുകൊണ്ടാണല്ലോ ഈ പറയുന്ന വലിയ കോർപ്പറേറ്റ് ഇൻവെസ്റ്റേഴ്സ് ഇവിടെ വരുന്നത്. ഈ സ്ഥാപനങ്ങളിലെല്ലാം ഈ അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സ് വന്നുകൊണ്ട് പണം ഇടുന്നതിന് കാരണം ഇത് ലാഭമുള്ള ഒരു മേഖലയാണ് എന്നുള്ള തിരിച്ചറിവ് കൂടിയാണ്. അപ്പോൾ അത് തീർച്ചയായും ഈ ജീവനക്കാർക്ക് കൂടി ലഭ്യമാകുന്ന ഒരു സ്ഥിതിയാണ്. ഇതിനകത്ത് ഒരു കാര്യം, നേഴ്സുമാരുടേത് വലിയൊരു വർക്ക് ഫോഴ്സാണ്, വലിയൊരു സംഘമുണ്ട്. ഇതുപോലെ തന്നെയാണ് ജൂനിയർ ഡോക്ടർമാരുടെ അവസ്ഥ. ജൂനിയർ ഡോക്ടർമാരും മാന്യമായ ശമ്പളം കൈപ്പറ്റാത്ത അല്ലെങ്കിൽ അതിൽ ഭയങ്കര കഠിനമായി അധ്വാനിക്കേണ്ടി വരുന്ന ജൂനിയർ ഡോക്ടർമാരും ഇന്നിപ്പോൾ സംസ്ഥാനത്തുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ആരോഗ്യ രക്ഷാ മേഖലയിൽ കുറേ കൂടി നല്ല പരിഗണന നമ്മൾ അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. കാരണം ഇത്രയും ഇവിടെ നഴ്സുമാർ കൂടുതലുണ്ട്, അതുകൊണ്ട് ശമ്പളം കുറച്ച് കൊടുത്താൽ മതി എന്ന് പറയുന്നത് ഒരു ശരിയായ ചിന്തയല്ല. അതിനപ്പുറത്ത് അവരെ ലോകോത്തരമാണ് നമ്മളുടെ ചികിത്സാ സംവിധാനങ്ങൾ, ലോകോത്തരമാണ് നമ്മളുടെ ആരോഗ്യരക്ഷാ സംവിധാനങ്ങൾ എന്നുള്ള ഒരു മേനി നമ്മൾ നടിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇവർക്കുള്ള ശമ്പളം കൊടുക്കാനും എല്ലാവരും ബാധ്യസ്ഥരാണ്. പക്ഷേ ഇതിൻ്റെ ഉത്തരവാദിത്തം ആർക്ക് എന്നുള്ളത് ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു തീരുമാനമുണ്ടായാൽ എല്ലാ ആശുപത്രികളിലും കൊടുക്കുന്ന സാഹചര്യത്തിലേക്കൊന്നും കാര്യങ്ങൾ പോവില്ല. ഇതിനു മുമ്പും തീരുമാനമുണ്ടായതുകൊണ്ട് ആശുപത്രികളെല്ലാം എന്നാൽ കൊടുത്തേക്കാം എന്നുള്ള തീരുമാനത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. ആ കാര്യത്തിൽ കുറേ കൂടി കൃത്യമായി പിന്നെ ഇതെല്ലാം ഒരു കാര്യം പറയണമല്ലോ സനീഷ്, ഇതിന് മുമ്പ് ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ആ വലിയ സമരമൊക്കെ ഉണ്ടാവുകയും സർക്കാർ തീരുമാനമെടുത്ത് 2020 ഇതിൻ്റെ ഇക്കാര്യത്തിലൊരു ഘടനയുണ്ടാവുകയും ചെയ്തതുകൊണ്ട് ഇത്രയുമെങ്കിലും മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. അതിന് മുമ്പ് അതിനേക്കാളൊക്കെ വളരെ പരിതാപകരമായ അവസ്ഥയിലായിരുന്നു. വളരെ വലിയ പണിയും അതിനുള്ള ഒട്ടും ശമ്പളം. സമര നേതാക്കന്മാരൊക്കെ മാനേജ്മെൻറ്റിൻ്റെ തല്ലുകൊള്ളുന്നത് നമ്മൾ വാർത്ത കൊടുത്തിട്ടുള്ളതാണ്, ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നുണ്ടായിരുന്നു. കുറേ കൂടി മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് പോകാൻ അവർക്ക് സമരം ചെയ്യാനുള്ള എല്ലാ അവകാശമുണ്ട്. പക്ഷേ ഒരൊറ്റ സങ്കടകരമായ കാര്യം, ഇത് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ഈ സമരം മാറരുത് എന്നുള്ളത് തന്നെയാണ്. അത് മാനേജ്മെൻറ്റുകളും ചിന്തിക്കണം, അതുകൂടി വേണം. സ്വകാര്യ ആശുപത്രി നഴ്സുമാർ ഈ നടത്തുന്നത് ഒരു ജീവിത സമരമാണെന്ന് RDX ഉറച്ചു വിശ്വസിക്കുന്നു. ഇതിനെ നിശിതവും കഠിനവുമായ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് അടിച്ചമർത്താനാണ് മാനേജ്മെൻറ്റുകൾ ശ്രമിക്കുന്നതെന്നത് ദൗർഭാഗ്യകരമാണ്. പിരിച്ചുവിടൽ ഭീഷണിയും ഹോസ്റ്റൽ ഒഴിയണമെന്ന ആജ്ഞയും ഭക്ഷണം പോലും നിഷേധിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നുണ്ടായ ഹൈക്കോടതി നിർദ്ദേശം തങ്ങൾക്ക് അനുകൂലമാണെന്ന് മാനേജ്മെൻറ്റുകൾക്ക് വാദിക്കാം. അവശ്യ സേവനങ്ങൾ നിലയ്ക്കരുതെന്നേ ഏത് കോടതിക്കും പറയാനാവൂ. പക്ഷേ ആശുപത്രി പ്രവർത്തനത്തെ സമരം ബാധിക്കാതിരിക്കാൻ മാനേജ്മെൻറ്റുകളും കടുംപിടുത്തം അവസാനിപ്പിക്കേണ്ടതുണ്ട്. പിന്നെ സമരം ആർക്കെതിരെയാണ് എന്നത് സംശയമേതുമില്ലാതെ പ്രഖ്യാപിക്കേണ്ടതും സമരം നടത്തുന്ന സംഘടനകളുടെ ഉത്തരവാദിത്തമാണ്. സമരപ്പന്തലിന് മുന്നിലൂടെ പോയ മന്ത്രി റിയാസിനെ കൂവി വിളിച്ചതടക്കം സ്വാഭാവികമായി സംഭവിച്ച ഒരു കാര്യമാണ് എന്ന് RDXന് കരുതാനാവുന്നുമില്ല. അതെന്തായാലും ന്യായമായ ശമ്പള വർധന എന്ന നഴ്സുമാരുടെ ആവശ്യത്തിനൊപ്പം തന്നെ RDX ഉറച്ചു നിൽക്കുന്നു എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കട്ടെ.